നിങ്ങൾ വാലസ് ലൈൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്തോനേഷ്യയിലുള്ള ഒരു ഇൻവിസിബിൾ ലൈനാണിത്. നമുക്കിത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ ലൈൻ കടന്ന് ഒരു മൃഗത്തിനോ പക്ഷിക്കോ മത്സ്യത്തിനോ അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ ഏതോ ഹോളിവുഡ് സിനിമയിലെ കഥ പോലെ തോന്നുമെങ്കിലും ഇത് സത്യമാണ്. ഇതിനെയാണ് വാലസ് ലൈൻ എന്ന് പറയുന്നത്. ബാലി, ലോംബോക് ദ്വീപുകൾക്കിടയിൽ നിന്ന് തുടങ്ങി മൊളൂക്കസ് വരെ ഈ ലൈൻ നീളുന്നുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റഡാറിലോ സോണാറിലോ ഒന്നും ഇത് കാണാൻ സാധിക്കില്ല. ഈ ലൈനിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മൃഗങ്ങളും പക്ഷികളും മത്സ്യങ്ങളും ഈ ലൈനിന്റെ കിഴക്ക് ഭാഗത്തുള്ളവയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. എന്നാൽ ബാലിയും ലോംബോക്കും തമ്മിലുള്ള ദൂരം വെറും 35 കിലോമീറ്റർ മാത്രമുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം. ലോംബോക് കടലിടുക്കിലൂടെയാണ് ഈ രേഖ കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഇതിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത്രയും തൊട്ടടുത്ത 2 ദ്വീപുകളിൽ 2 ആവാസ വ്യവസ്ഥകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ബാലിയിലുള്ള കടുവകളെയും വേഴാമ്പലുകൾ പോലുള്ള പക്ഷികളും മറ്റു മൃഗങ്ങളും ലോംബോക്കിലേക്ക് പോകാറില്ല. അതുപോലെ കങ്കാരുക്കളെയും കൊക്കറ്റുകളെയും പോലെയുള്ള ലോംബോക്കിലെ മൃഗങ്ങളും ബാലിയിലേക്കും എത്തിപ്പെടാറില്ല. കടലിനടിയിലുള്ള മീനുകൾ പോലും അവരവരുടെ ഭാഗത്ത് തന്നെ നിൽക്കുമത്രേ. 2 വ്യത്യസ്ത ലോകങ്ങൾ പോലെ ഒരു നിഗൂഢ ശക്തിയാൽ വേർതിരിക്കപ്പെട്ടതുപോലെയാണ് ഈ വാലസ് ലൈൻ നിലനിൽക്കുന്നത്. മനുഷ്യർക്ക് മാത്രമേ ഈ ലൈൻ മറികടക്കാനും സാധിക്കുകയുള്ളൂ. ആൽഫ്രഡ് റസൽ വാലസ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞന്റെ പേരിലാണ് വാലസ് ലൈൻ അറിയപ്പെടുന്നത്. ചാൾസ് ഡാർവിനൊപ്പം പരിണാമം എന്ന ആശയത്തിന് രൂപം കൊടുക്കാൻ സഹായിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് വാലസ്. 1823 വെയിൽസിലെ അസ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് വാലസ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ മാപ്പുകൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു. അതിനാൽ തന്നെ വാലസിന്റെ അച്ഛൻ ഒരുപാട് യാത്രകളും ചെയ്തിരുന്നു. വാലസിന് വായിക്കാനും പഠിക്കാനും വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ദാരിദ്ര്യം കാരണം തൻ്റെ 14-ാം വയസ്സിൽ തന്നെ സ്കൂൾ വിട്ട് അച്ഛനെ സഹായിക്കാൻ വാലസ് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ഈ തീരുമാനം അദ്ദേഹത്തെ പിന്നീട് ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. വാലസ് ആമസോൺ, മലായ് ദ്വീപ് സമൂഹം പോലുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നു. അവിടെ നിന്നൊക്കെ ചെടികൾ, പ്രാണികൾ, മൃഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരുപാട് വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു. അങ്ങനെ 1854 അദ്ദേഹം ബാലിയുടെ 35 കിലോമീറ്റർ അകലെയുള്ള ലോംബോക്കിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യുന്നത്. ലോംബോക്കിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ഞെട്ടലുണ്ടായി. കൊമോഡോ ഡ്രാഗൺ, കങ്കാരു, കോല, സൾഫർ ക്രസ്റ്റഡ് കൊക്കറ്റുകൾ തുടങ്ങിയ വ്യത്യസ്ത മൃഗങ്ങളെയാണ് വാലസ് അവിടെ കണ്ടത്. എന്നാൽ അക്കരെയുള്ള ബാലിയിലോ സിംഗപ്പൂരിലോ ഇന്തോനേഷ്യയിലെ മറ്റു ഭാഗങ്ങളിലോ ഇവയെ കാണാനുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഈ മൃഗങ്ങൾ ലോംബോക്കിൽ മാത്രമുള്ളതെന്ന ചോദ്യം വാലസിനെയും സംഘത്തെയും അലട്ടി. 1858 മലേറിയ വന്ന് മൊളൂക്കസിൽ വിശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം ഈ 2 ദ്വീപുകൾക്കിടയിലുള്ള അദൃശ്യമായ ഒരു മറയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്. ആനകളെയും കടുവകളെയും പോലുള്ള ബാലിയിലെ മൃഗങ്ങൾ ഏഷ്യയിൽ നിന്നാണ് വരുന്നത്. എന്നാൽ കോലകളെയും മോണിസ്റ്റർ ലിസാർഡുകളെയും പോലെയുള്ള ലോംബോക്കിലെ മൃഗങ്ങൾ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ജീവികളുമാണ്. അതിനുള്ള കാരണം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യയും ഓസ്ട്രേലിയയും ഒരുമിച്ച് ചേർന്ന പ്രദേശങ്ങളായിരുന്നു. ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞുരുകി കടൽനിരപ്പ് ഉയർന്നപ്പോൾ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം കാരണം ഈ 2 വൻകരകളും വേർപ്പെടുകയും അങ്ങനെ ആഴമുള്ള ലോംബോക് കടലിടുക്ക് രൂപപ്പെടുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ബാലിയിലെ മൃഗങ്ങൾ ഏഷ്യയുമായി ബന്ധപ്പെട്ട ജീവജാലങ്ങളായി നിലനിൽക്കുകയും ലോംബോക്കിലെ മൃഗങ്ങൾ ഓസ്ട്രേലിയയിലെ ആവാസ വ്യവസ്ഥയിലെ ജീവജാലങ്ങളുമായി മാറുകയായിരുന്നു. കങ്കാരുക്കൾ, കോലകൾ, വോംബാറ്റുകൾ പോലുള്ള മാർസുപിയലുകൾ ഓസ്ട്രേലേഷ്യന്റെ ഭാഗമായ ലോംബോക്കിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്നതാണ് ഇതിനുള്ള വ്യക്തമായ ഉദാഹരണം. മാർസുപിയലുകളുടെ പൂർവികർ ഓസ്ട്രേലിയയിൽ പരിണമിച്ചവരാണത്രേ. വാലസ് ലൈൻ രൂപപ്പെട്ടതിന് ശേഷം അവർക്ക് കടൽ കടക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായി വരുന്ന ചോദ്യമായിരിക്കും, എന്തുകൊണ്ടാണ് മൃഗങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു അദൃശ്യരേഖ കടന്ന് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്തതെന്ന്? കടുവകളെയോ കങ്കാരുക്കളെയോ പോലെയുള്ള മൃഗങ്ങൾക്ക് ഈ വിശാലവും ആഴമുള്ളതുമായ കടലിടുക്ക് നീന്തി കടക്കാൻ കഴിയില്ല. ഇനി അവർക്ക് കഴിഞ്ഞാൽ പോലും അവിടുത്തെ കാലാവസ്ഥയും ചുറ്റുപാടും വളരെ വ്യത്യസ്തമായതുകൊണ്ട് അവർക്കവിടെ അതിജീവിക്കാനും സാധിക്കില്ല. ഉദാഹരണത്തിന് ബാലിയിൽ ഇടതൂർന്ന മഴക്കാടുകളാണെങ്കിൽ ലോംബോക്കിൽ കൂടുതൽ വരണ്ട സ്ഥലങ്ങളാണുള്ളത്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും പക്ഷികൾ ഈ വാലസ് ലൈൻ കടന്നു പോകാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതിന് വാലസ് കണ്ടെത്തിയ ഉത്തരമെന്നത് ഇവിടെയുള്ള ഭൂരിഭാഗം പക്ഷികളും ദേശാടനം നടത്താത്ത പക്ഷികളാണെന്നാണ്. അതായത് ആർട്ടിക് ടെർൻസ് പോലുള്ള പക്ഷികൾ ഒരു വർഷം
90,000 കിലോമീറ്ററോളം പറക്കുമെങ്കിൽ സൈബീരിയയിലുള്ള കൊക്കുകൾ 5,000 മുതൽ 10,000 കിലോമീറ്റർ യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെയുള്ള പക്ഷികൾ അവ ജനിച്ച സ്ഥലത്ത് നിന്ന് 1 മുതൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. 35 കിലോമീറ്റർ ദൂരമുള്ള ഈ കടലിടുക്ക് കടക്കുന്നത് അവർക്ക് അസാധ്യമാണ്. വവ്വാലുകൾക്ക് മാത്രമേ ചിലപ്പോൾ ഇത് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. ബാക്കിയുള്ള പക്ഷികളൊക്കെ ഇവർ ജനിച്ച ചുറ്റുപാടുകളിൽ ജീവിച്ച് മരിക്കുന്നവയാണ്. കൂടാതെ കടലിലെ മീനുകൾക്കും മറ്റും ഇതൊരു വലിയ പ്രശ്നമാണ്. ലോംബോക്ക് കടലിടുക്കിലെ ശക്തമായ കടൽ പ്രവാഹങ്ങൾ കാരണം മത്സ്യങ്ങൾക്കും അപ്പുറത്തേക്ക് പോകൽ ബുദ്ധിമുട്ടാണ്. ഭൂമിക്കടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനമാണ് ഈ ശക്തമായ പ്രവാഹങ്ങൾക്ക് കാരണം. ഇനി അതിന് സാധിച്ചാൽ പോലും അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവയ്ക്ക് അതിജീവിക്കലും പ്രയാസമാണ്. ഇനിയും മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു തരാം. ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ ചരിത്രം, പ്രത്യേകിച്ച് ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനങ്ങളും കടൽ നിരപ്പിലെ മാറ്റങ്ങളും കാരണമാണ് വാലസ് ലൈൻ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നത് ഭൂമിയുടെ പുറംതോടിലുള്ള, അതായത് ക്രസ്റ്റിലുള്ള വലിയ പീസുകളാണ്. ഇവ താഴെയുള്ള സോഫ്റ്റ് ലെയറുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ സാവധാനം നീങ്ങുകയും കൂട്ടിയിടിക്കുകയും അകന്നു പോവുകയും പരസ്പരം തെന്നിമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തെക്കു കിഴക്കൻ ഏഷ്യയും ഓസ്ട്രേലിയയും സണ്ട ഷെൽഫ് എന്നു പേരുള്ള ഒരു വലിയ കരയുടെ ഭാഗമായിരുന്നു. അങ്ങനെ ടെക്ടോണിക് പ്ലേറ്റുകൾ നീങ്ങിയപ്പോൾ ഈ കരഭാഗം വേർപ്പെടുകയായിരുന്നു. അങ്ങനെ വാലസ് ലൈനിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് തെക്കു കിഴക്കൻ ഏഷ്യ രൂപപ്പെടുകയും കിഴക്ക് ഭാഗത്ത് ഓസ്ട്രേലിയയും ന്യൂഗിനിയയും രൂപപ്പെടുകയായിരുന്നു. അവയ്ക്കിടയിൽ സണ്ടാലാൻഡ് എന്ന പ്രദേശം താഴ്ന്നു പോവുകയും അങ്ങനെ 2 പ്രദേശങ്ങളെയും വേർതിരിക്കുന്ന ദ്വീപുകളുള്ള വാലസിയ പ്രദേശം രൂപപ്പെടുകയുമാണ് ചെയ്തത്. ചുരുക്കത്തിൽ വാലസ് ലൈൻ ഒരു ഭൂപടത്തിലെ അടയാളം മാത്രമല്ല, ഭൂമിയുടെ ചരിത്രം മൃഗങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തി എന്ന് ഇത് കാണിക്കുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിലെ മൃഗങ്ങളെ ഓസ്ട്രേലിയയിലെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഈ വാലസ് ലൈൻ ഒരു പ്രകൃതിയുടെ അത്ഭുത നിർമ്മിതി തന്നെയാണ്. എന്നാൽ വാലസ് ലൈൻ പോലെ മറ്റു ചില അദൃശ്യരേഖകളും ഭൂമിയിലുണ്ട്. വെബേഴ്സ് ലൈൻ, ലൈഡക്കേഴ്സ് ലൈൻ, ഹുക്സ്ലെയ്സ് ലൈൻ തുടങ്ങിയ അദൃശ്യ രേഖകളാണിവ. ഈ അദൃശ്യ രേഖകളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.